ഹലോ ഗായ്സ്, പമ്പരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമീർ ക്കാ, ഇന്നത്തെ ലൊക്കേഷൻ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് അൽസീഫാണ്. അൽസീഫ് എന്ന് പറയുന്നത് നമ്മൾ കരാമ ബർദുബായിൻ്റെ ഒരു നടുക്കുള്ള സ്ഥലമാണ് അൽസീഫ്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ഒരു പ്രത്യേക ലുക്കാണ് സ്ഥലം കാണാൻ തന്നെ. നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഇന്ന് നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ കാരണം ഇന്നലെ വൈകിട്ട് റൂമിൽ കളി ഉണ്ടായിരുന്നു, ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാവർക്കും നല്ല ശരീരവേദനയും കിടന്ന് ഉറങ്ങി. രാവിലെ നല്ല താമസിച്ച് എണീച്ചത്. അതുകൊണ്ട് ഇപ്പോൾ എണീച്ച് റൂമിലെ പരിപാടി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. അടുത്ത് നമ്മളെ റൂമിൻ്റെ ഏറ്റവും ജസ്റ്റ് ഒരു 10-20 മിനിറ്റ് മതി സാധാരണ വന്നാൽ. നമുക്ക് ഇറങ്ങി വന്നിട്ട് ഒരുപാട് താമസിച്ചു. അപ്പം നമുക്ക് ആ സ്ഥലത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇറങ്ങിയിട്ട് വരാം. റോഡ് ക്ലോസ് അല്ലക്കാ? ഇത് മക്തൂം ബ്രിഡ്ജിന്ന് ക്ലോസാണ്. സൺഡേ അല്ലേ? നാളെ രാവിലെ തുറക്കും 8 മണിക്ക്. 6 മണിക്ക് ഓപ്പൺ ആവും. ഇതിപ്പോൾ എല്ലാ ഞായറാഴ്ചയും ക്ലോസ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോൾ ശനി ഞായറാഴ്ച ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഓപ്പൺ ആയിരുന്നത്, ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നത്. പണി കിടക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിഞ്ഞ് നല്ലൊരു വർക്കായിരുന്നു. എല്ലാവരും ഓഫീസിൽ പോകണം, നാളെ പണിക്കണം. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ ഒരു വൈബാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക. നാളെ നമ്മൾ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ശനി ഞായർ സ്കൂളിൽ പോണ പിള്ളേരുണ്ടല്ലോ, ആ ഫീലാകുമ്പോൾ ഞായറാഴ്ച വൈകിട്ടാകുമ്പോൾ അങ്ങനെ ഓഫീസിൽ പോകണം. കൂടുതൽ ഫിലിംസൊക്കെ റിലീസാകുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത് ഫ്രണ്ട്സായിട്ട്. നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ നടന്നു വരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഇറങ്ങിയ ഒരു 10 മിനിറ്റും ഇതേറെ സിറ്റി സെൻറ്റർ എത്താം. അത് മാക്സിമം റിലീസിങ് സിനിമയ്ക്ക് ഇവിടെ അടുത്ത് തന്നെ കാണാൻ പറ്റും. നല്ല വോക്സ് സിനിമാസ്. നല്ല എന്താ പറയുക, നല്ല ബാസ് ബൂസ്റ്ററൊക്കെ നല്ല തിയേറ്ററാണ്. നല്ല വൈബാണ് നമുക്ക് കാണാൻ. മക്തൂം അടച്ചുകൊണ്ടാണ് ഇത്രയും കറങ്ങി വരുന്നത്. ഏകദേശം 8 to 9 10 കിലോമീറ്റർ അകത്ത് വെച്ച് ഫുള്ള് കറങ്ങണം. മക്തൂം അടച്ചുകൊണ്ട് ആ ഏരിയ കാണിച്ചു കൊടുത്തേ. അതാണ് നമ്മുടെ ക്രീക്ക് ഹാർബർ എന്ന് പറയുന്ന ഏരിയ ആണ്. ചില ഫെസ്റ്റിവൽ സിറ്റിയുടെ അപ്പുറത്താണ് ക്രീക്ക് ഹാർബർ. അതും നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നല്ല ഇപ്പം റെഡിയായി വരുന്ന സ്ഥലമാണ് അത്. ഇതാണ് അൽക്കേൽ റോഡ് എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ ഇവിടെ സാലിക്കില്ലായിരുന്നു, ഇപ്പം പെയ്ഡാണ്. ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യുമ്പം 4 ദിർഹംസ് കൊടുക്കണം ഈ റോഡ്. ഇതാ സാലിക്ക് എന്ന് പറയുന്നത്, സാലിക്ക് റോഡ്. മറ്റേ പീക്ക് ടൈം മറ്റേ രാവിലെ ആണെങ്കിൽ അത് ആക്റ്റീവ് ആയിട്ടില്ല. ഇപ്പം 4 ദിർഹംസ് ആണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആക്റ്റീവ് ആകത്തുള്ളൂ. ഇതൊക്കെ പണിത് വരുന്ന ബിൽഡിങ്ങുകളാണ്. ബുർജ് ഖലീഫ അനിയമ്പലാണ്. എവിടൊക്കെ ഒരു ചായ ഉണ്ട് ഏകദേശം അങ്ങനത്തെ ഒരു ഇതുണ്ട് അല്ലേ? ഇതാണ് ഫെസ്റ്റിവൽ സിറ്റി. ഫെസ്റ്റിവൽ സിറ്റി എന്ന് വെച്ചാൽ ഇത് ഫുള്ള് നമ്മളെ ഇവിടുത്തെ ഒരു മെയിൻ കമ്പനി ഉണ്ട്, മാജിദ് അൽ ഫുത്തേ എന്ന് പറഞ്ഞിട്ട്. അവർ അണ്ടറിലാണ് ഈ ഏരിയ മൊത്തം ഇരിക്കുന്നത്. ചില ഫുള്ള് ഷോറൂംസ് ആണ്. പിന്നെ മോളുണ്ട് ഇവിടെ, ഫെസ്റ്റിവൽ സിറ്റി മോളുണ്ട്. ഒക്കെ നല്ല പരിപാടിയൊക്കെ, എന്തെങ്കിലും ഫംഗ്ഷൻസോ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുമ്പോൾ നല്ല പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ് അത്. അതായത് പോർഷ് ഏരിയ ആണ്. നല്ലൊരു രസമുള്ള സ്ഥലമാണ് അത്. ആ കാണാനാണ് പ്രശസ്തമായ ദുബായ് ഫ്രെയിം. ഗോൾഡ് കളറിൽ പണിത ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫ്രെയിം ലോകത്തെ. ഓക്കെ, ഇവിടെ ഉള്ളത് വേറെ എവിടെയുമില്ല. വൺ ആൻഡ് ഓൺലി ദുബായ്. ദുബായില്ല, ദുബായ്. ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട സ്ഥലം, മലയാളികൾ കൂടുതൽ താമസിക്കുന്ന കരാമ. കരാമ എന്ന് പറയുന്നത് മെയിൻ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ സെയിം വൈബ് കിട്ടും. നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം പ്യൂർ മലയാളി ഹബ്ബ്. ആക്ച്വലി ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. കൂടുതൽ മലയാളീസാണ്. പിന്നെ നാട്ടിൽ അതേ ടേസ്റ്റുള്ള ഫുഡും നാട്ടിലേയും കാട്ടി നല്ല ടേസ്റ്റുള്ള ഫുഡ് ഇവിടെ കിട്ടും.
ഇതിപ്പം തിരക്ക് നമ്മൾ കാണുന്നത് എല്ലാം ഈ വീക്കെൻഡ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് കുക്കിംഗ് നടക്കില്ല, എല്ലാം പുറത്താണ്. കൂടുതൽ ഫാമിലീസൊക്കെ പിന്നെ ഹൗസ് വൈഫും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അവർ 5 ദിവസം വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് മടുത്തിട്ട് ലാസ്റ്റ് ശനി ഞായർ ഫുള്ള് ഫുഡ് പുറത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ തിരക്കാണ് കാണുന്നത്. എല്ലാവരും ഓരോ സ്ഥലത്തു നിന്ന് ഇവിടെ കഴിക്കാൻ വരും. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്കും ഈ തിരക്കും ഉണ്ടാകും, അതേ കണക്ക് രാത്രി നല്ല തിരക്കായിരിക്കും. വെള്ളിയാഴ്ച രാത്രി ഇവിടെ അടുക്കാൻ പറ്റില്ല, ശനിയാഴ്ച രാത്രി അടുക്കാൻ പറ്റില്ല. പിന്നെ ഞായറാഴ്ച രാത്രി ആകുമ്പോൾ ഇവിടെ ഒന്ന് തിരക്കൊന്ന് എല്ലാം ഫുഡൊക്കെ കഴിച്ച് ആ സമയം കഴിയുമ്പോൾ തിരക്കൊന്ന് കുറയും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കരാമ. എൻ്റെ ഫേവററ്റ് സ്ഥലമാണ് കരാമ. പിന്നെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടോ അതൊക്കെ ഇവിടെയുണ്ട്. അതായത് ഓണം, വിഷു ഉണ്ടാവില്ലല്ലേ, ദീപാവലി, അങ്ങനത്തെ ആഘോഷങ്ങളുണ്ടാവും. അതായത് ദുബായിൽ ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഉത്സവം നടക്കുന്നത് കരാമ. പിന്നെ കിസൈസിന് സ്ഥലമുണ്ട്, കിസൈസിലുണ്ട്. പക്ഷേ കിസൈസിനെക്കാട്ടി കൂടുതൽ വൈബുള്ളത് കരാമയിലാണ്. കൂടുതൽ ആഘോഷങ്ങളും ഒക്കെ നടക്കുന്ന കരാമയിലാണ്. എവിടെ തിരിഞ്ഞാലും മലയാളി, അങ്ങനത്തെ ഒരു ഏരിയ. ഇവനൊക്കെ ഉണ്ട് മലയാളി എന്ന് പറയുമോ? ഇല്ല. ഇവനെന്ന് പറഞ്ഞു പ്രശ്നമുണ്ടോ? ഏയ്, ഇയാളൊക്കെ ഉണ്ടല്ലോ. അവൻ മലയാളിയാണ്, കണ്ടറിയാം. ഓൻ മലയാളിയാണ്. നീ എങ്ങനെയാ പറഞ്ഞത് ഓന്? ഇതെന്തായാലും മലയാളി അല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞങ്ങൾ ഇവിടെ പോകുന്നൊരു ഷോപ്പുണ്ട്, ഇവിടെ റെസ്റ്റോറൻറ്റ്. അവിടെ ഫുഡ് നല്ല അടിപൊളിയാണ്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അതിൻ്റെ കടയുടെ പേര് മെട്രോ എന്നാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് കഴിക്കാൻ പോകുന്നത്. അതെ അതെ, നിങ്ങൾ ഈ അതെ അതെ. എന്താ കഴിക്കും ചോദിച്ചോ, വന്നിട്ട് ചോദിക്കാം. മട്ടൺ ബിരിയാണി ആയാലോ? നോക്കല്ലേ, അടിച്ചുകൂടെ? മട്ടൺ ബിരിയാണി വേണോ, ചിക്കൻ ബിരിയാണി വേണോ, ബീഫ് ബിരിയാണി വേണോ? ആളെ ചോദിക്കാം എന്താ ഉള്ളത്. എല്ലാം ഉണ്ടോന്ന് ചോദിച്ചാൽ ലാസ്റ്റ് 2 ദോശയും ഞാൻ പറയും. അപ്പോൾ ഗൈസ്, നമ്മളെ ചിക്കൻ കറിയും നെയ്ച്ചോറും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ഇതിനൊക്കെ ടേസ്റ്റാണ്. വേറെ കടയിലൊക്കെ വേറെ ടേസ്റ്റുകളുണ്ടാകും, പക്ഷേ ഇവിടുത്തെ പ്രത്യേക ടേസ്റ്റാണ് ഈ നെയ്ച്ചോറിനും ചിക്കൻ കറിക്കും. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. അതെ, ഇത് ഫുഡ് അടി കഴിഞ്ഞ് അൽസീഫ് എത്താറായി. അൽസീഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമാട്ടോ. വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് നല്ല നല്ല വൈബ് കിട്ടുന്ന സ്ഥലമാണ് അൽസീഫ് എന്ന് പറയുന്നത്. നടന്ന് കണ്ട സ്ഥലം. അതെ അതെ അതെ, നമുക്ക് വണ്ടി ഇവിടെ നിർത്താൻ പറ്റിയ അത്രയ്ക്ക് നല്ലത്. പക്ഷേ ഞായറാഴ്ച അതിൻ്റെ പാർക്കിംഗ് മിക്കവാറും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അകത്ത് പോയി നോക്കാം. പക്ഷെ അകത്ത് പാർക്കിംഗ് കിട്ടിയാൽ ഫസ്റ്റ് നിന്ന് കാണാൻ പറ്റത്തില്ല, ഒരുപാട് ഇങ്ങോട്ട് നടന്നു വരണം. അതുകൊണ്ട് പുറത്ത് എന്തെങ്കിലും പാർക്കിംഗ് കിട്ടിയാൽ നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂ ഒന്ന് എടുത്തുകൊണ്ട് അകത്തോട്ട് നടന്നു പോകാൻ പറ്റും. ഒരു നല്ലൊരു ഇതായിരിക്കും. വലത്തേ സൈഡ് കാണുന്നില്ല, ഇതാണ് അൽസീഫ് ഏരിയ എന്ന് പറയുന്നത്. ഒരു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, പ്രത്യേക സ്ഥലമാണ്. നമുക്ക് പ്രത്യേക വൈബാണ് ഇവിടെ വരുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പം കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ട് ആൾക്കാർ കുറച്ച് കുറവായിരിക്കും. പക്ഷെ വെയിൽ താഴ്ന്ന് വരുമ്പം നല്ല റഷായിരിക്കും, രാത്രി വരെ നല്ല റഷായിരിക്കും ഇവിടെ. അപ്പോൾ നമുക്കിവിടെ പുറത്തൊന്നും പാർക്കിംഗ് കിട്ടുന്നില്ല. നമുക്ക് മിക്കവാറും ഇതിൻ്റെ പാർക്കിംഗ് തന്നെ ഇടേണ്ടതായിട്ട് വരും തോന്നുന്നു. അങ്ങനെ ഇടേണ്ട വന്നാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് നടന്നു വരേണ്ടി വരും.
ഇതൊക്കെ കണ്ട, ഇതൊക്കെ RTO ഇവിടുത്തെ ഗവൺമെന്റ് നമ്മളെ ഇതൊക്കെ യാത്രക്കാരുണ്ടോ. യാത്രക്കാരെന്ന് വെച്ചാൽ നമ്മൾ ഈ എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലേക്ക് പോകാനുള്ള വഴിയാണിത്. പക്ഷേ ടിക്കറ്റ് റേറ്റൊക്കെ കിട്ടാൻ നിങ്ങൾ ഞെട്ടിപ്പോവും. അപ്പോൾ അതാ പോണ ചെറിയ ബോട്ടിലൊക്കെ കറക്റ്റ് 1 ദിർഹംസാണ്. ഒരാൾക്ക് 1 ദിർഹംസ് എടുത്താൽ നമുക്ക് അൽസീഫിൽ നിന്ന് ബർദുബ വരെ എത്താൻ പറ്റും. 1 ദിർഹംസ്. അതേ കണക്ക് ബർദുബയിൽ തിരിച്ച് നമുക്ക് ഇതേ കണക്ക് ബനിയാ സ്ക്വയർ വരുന്നതിന് 1 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ മറ്റേ ആ ബോട്ടുണ്ട് അതോ കാണുന്നത്, അത് പറയുന്നത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ബോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് 2 പേർക്ക് ഇരിക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു 2 ദിർഹംസ് 50 ഫിൽസ് ആണെന്ന് ഒരാൾക്ക്. ഇപ്പോൾ 2 പേരാണെങ്കിൽ 5 ദിർഹംസ് കൊടുത്താൽ ഇവിടുന്ന് നമുക്ക് ബനിയാസിൽ പോയി ഇറങ്ങാം. പിന്നെ അവിടുന്ന് വേറെ ബോട്ടിൽ കയറിയാണ് ബർദുബയിൽ പോകേണ്ടത്. അപ്പോൾ അതിനടുത്ത് നോക്കാം. ഈ കിടക്കുന്നത് വലിയൊരു ക്രൂസാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂർ യാത്ര ഉണ്ടാകും. ഇതിപ്പോൾ ഒരു പാക്കേജായിട്ട് എടുത്താൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒരാൾക്ക് 35-40 ദിർഹംസ് കൊടുത്താൽ പെർ ഹെഡിന് കയറി പോവാം. പിന്നെ ഇതിനകത്ത് മാജിക് ഷോ ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും. നല്ല രസമാട്ടോ. തണുപ്പ് സമയത്തൊക്കെ ഇതിനകത്ത് കയറി യാത്ര ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ ഡാൻസ് ഉണ്ടാവും, മറ്റേ തന്നൂറ ഡാൻസ് എന്നൊക്കെ ഉണ്ടാവും. അത് ഇവിടുത്തെ അറബിയിലുള്ള ഡാൻസാണ് തന്നൂറ ഡാൻസ്. നമ്മളൊരു ചെറിയൊരു കൊട്ടൊക്കെ വെച്ച് പാടുന്ന ഡാൻസ് ആടുന്ന ഒരു ഡാൻസാണ്. നല്ല രസമാണ്. നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്, പക്ഷേ ആ സമയത്തൊന്നും യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോസൊന്നും ഇല്ല. നമുക്കിനി പോവുകയാണെങ്കിൽ എടുത്ത് അത് കാണിച്ചു തരാം. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടോ? നീ എടുത്തായിരുന്നത്? എടുത്തായിരുന്നു. എന്താ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണ് അറിയില്ല കേട്ടോ, എന്താ ഫംഗ്ഷൻ അറിഞ്ഞൂടാ. പക്ഷേ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് തന്നെ ഒരു ചൈനീസ് കപ്പിൾസ് ഉണ്ടായിരുന്നു. അവരെന്തൊക്കെയോ ഒരുപാട് ഫോഴ്സൊക്കെ ഉണ്ട്. അത് കാണാൻ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണത്. കയറണോ? വേണ്ട, അകത്ത് ക്യാമറ എൻട്രിയിലോ പറഞ്ഞിരുന്നവര്. ഇങ്ങനെയൊന്നുമില്ല. ഇവിടെ വിലയൊക്കെ ഉണ്ടാവും, ഒരു സാധനങ്ങൾ വിലയൊക്കെ ഉണ്ടാവും. 10 ദിർഹംസ് ഒക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു തുണി മാത്രം അടിക്കും കേട്ടോ. നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേഹത്ത് കിടക്കുന്നവരെ അറിയത്തില്ല. അമ്മാതിരി സോഫ്റ്റ് ആയിരിക്കും തുണി. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ തുടങ്ങി ഫുള്ളാവും, രാത്രിയൊക്കെ ഫുള്ളാവും. ഇവിടെ ഏകദേശം അത്യാവശ്യം ബ്രാൻഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളെ കോസ്റ്റ, സ്റ്റാർബക്സ്, പിന്നെ അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യം കേട്ടോ. അതെല്ലായിടത്തും നമ്മൾ പോയി ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ അവിടെ ടോയ്ലറ്റ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം കൊണ്ട് നല്ല ഒരു സെറ്റ് സ്ഥലം എന്ന് പറയാം അല്ലേ? സെറ്റ് സ്ഥലം. പൈസ മേടിക്കും, പക്ഷെ നമ്മൾ കൈ തരത്തില്ല. അത് നല്ല പറ്റിച്ചിട്ടേ കൈ തരത്തുള്ളൂ. അങ്ങനത്തെ ഒരു കടയാണ്. മോന്തക്ക് ഒരെണ്ണം കൊടുത്തിട്ട് പറയണ താന്ന്. അതൊരു രസമല്ലേ? അത് അങ്ങനെ കളിപ്പിക്കുമ്പോൾ ആൾക്കാർ രസമാണ്. അതുകൊണ്ടാണ് ആ കടയിൽ ആൾക്കാർ വരുന്നത്. പക്ഷെ ഇപ്പം ആരുമില്ല കേട്ടോ അവിടെ. നല്ല മണം അല്ലേ? ഊത് പോച്ചിട്ടുണ്ട്, അതിന്റെ സ്മെല്ല നല്ല മണം കേട്ടോ. അകത്തൊക്കെ ഒരുപാട് ലൈറ്റും. അകത്തൊക്കെ നോക്കിയാൽ എന്ത് രസം നോക്കി അകത്ത് കാണാം അല്ലേ? ലൈറ്റുള്ള ഷോപ്പ് കേട്ടോ. ഇതിങ്ങനെ എടുത്തു പറഞ്ഞാൽ അതന്നെ ടോയ്ലറ്റും പ്രെയർ റൂമൊക്കെ ഉണ്ട് അവിടെ. സമയം പോണെന്ന് അറിയത്തില്ല. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം. ഇത് കണ്ടോ ഒരുപാട്. ഇത് എനിക്ക് മുസല്ലയാണോ കാർപ്പറ്റാണോ? അത് കാർപ്പറ്റ് അല്ലേ? ആ ചിത്രം വരച്ചു നോക്കിയാ അതിനകത്ത് ഓരോ ചിത്രങ്ങളുണ്ട്. ഇതാരോ കുനിഞ്ഞിരിക്കുന്നതാണ് ഇരിക്കുന്നല്ലോ. ഒട്ടകാണിത്. ഇതൊക്കെ തുണിയാട്ടോ. ഇതൊക്കെ നമുക്ക് ചവിട്ടാൻ തോന്നുന്നു. ഇതൊക്കെ കണ്ടല്ലേ മാതിരി നല്ല രസമുണ്ട്. വാളിൽ തൂക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഇതൊക്കെ ഉണ്ടതാ നല്ല വെയിറ്റ് ആയിരിക്കും കേട്ടോ സാധനം. നല്ല റേറ്റ് ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ അറബികളൊക്കെ വന്ന് അറബികളല്ലേ സൗദി സ്റ്റീലാ ഒന്നുമില്ല. നല്ല വെയിറ്റ് ഉണ്ട്. സ്റ്റീലാന്ന് പറഞ്ഞൂടാ. പക്ഷേ ഇത് നമുക്ക് നടക്കാം. ഒരുപാട് ഇനി നടക്കാനുള്ള
എന്നിട്ട് മൂപ്പര അളിയൻ്റെ ഒരു കല്യാണം ഉണ്ട് നാട്ടിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതെടുക്കാൻ പോകണം. ഡ്രസ്സ് എടുക്കാൻ പോകണ്ടോ നേരെ? ഇത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണ്ടോ? ആ ഡ്രസ്സ് എടുക്കണം. പോണ വഴിക്ക് നാട്ടുകാരനെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആള് കിട്ടലൊരു ഫോട്ടോഗ്രാഫറാണ്. പേര് എൻ്റെ പേര് തന്നെ അഫ്സല്, സെയിം പേര് തന്നെ. അപ്പോൾ മൂപ്പര് അടുത്ത വെള്ളിയാഴ്ച നാട്ടിൽ പോവാണ്, നിക്കാഹും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആൾക്കാർ അറിയണ്ടേ. ഇവ ഇപ്പൊ പറഞ്ഞത് ഇവനിക്ക് തിരക്കുണ്ടോന്ന് പറഞ്ഞു. ഇവന്റെ തിരക്ക് എന്താന്ന് ഇപ്പൊ ചോദിക്കുന്നത്. എന്റെ തിരക്ക് പറ. രാവിലെ 8-8 ജോലിക്ക് പോകും. വൈകിട്ട് 6 തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് കുറച്ചു നേരം ഫോൺ കുത്തിയോടെ ഇങ്ങനെ ഇരിക്കും. വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ? വീഡിയോ ആയിട്ട് ഇപ്പഴില്ലേ, ഒരാഴ്ച നീ ഫ്രീ ആയിരുന്നല്ലോ. അവിടെ ഇരുന്നിട്ട് പിന്നെ രാത്രി ഫുഡ് അടിക്കും, പിന്നെയും ഫോൺ കാണും, കിടന്ന് ഉറങ്ങും. അപ്പൊ ഇങ്ങനെ പറയുന്നതാണ് തിരക്കെന്ന് പറയുന്നത്. എനിക്കറിയില്ല എന്താ തിരക്കെന്ന്. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടെ വേറെ ആൾക്കാരൊക്കെ നമ്മള് ആയിട്ട് വന്നിട്ട് ജിമ്മിലൊക്കെ പോയി തിരിച്ച് നമുക്കാണ് സമയം കിട്ടാത്ത തീരാൻ. എനിക്ക് നല്ല സമയം ഉണ്ടോ, വെറുതെ അടിച്ചിറക്കിയാണ് തിരക്കെന്നൊക്കെ. അറബിക് ഡ്രസ്സുകളാണ്, ചെറിയ വില ഉള്ളൂ അല്ലേ? ഇല്ലേ, അത് 10-100-150 dirhams കാണത്തുള്ളൂ ഈ ഡ്രസ്സൊക്കെ. അത് പുറത്ത് 10 രൂപ എഴുതിക്ക് മാത്രമേ വില കുറവ് കാണത്തുള്ളൂ, ബാക്കിയൊക്കെ വില കൂടുതലാണ്. രാത്രി കാണാൻ നല്ല രസം, ഫുൾ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഭംഗിയാണ്. 100 dirhams പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം എത്രയായി? ഇവിടെ 1 dirhams പറയുമ്പോൾ നമ്മളിപ്പോൾ അടുത്ത വില ഇതാണെന്ന് തോന്നുന്നു, 22 point something ആണെന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ. അത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 100 dirhams പറയുമ്പോൾ എത്ര? 2200-2300 വരും. ഗൈസ്, ഇത് സത്യം പറഞ്ഞത് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ സ്ഥലം. നമ്മൾ അറിയാതൊന്നും പറഞ്ഞുകൂടല്ലോ. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയം കണക്കായിരിക്കും. അതെ, ഓപ്പൺ ഓഡിറ്റോറിയം കണക്കായിരിക്കുന്നത്. ഓപ്പൺ ഓഡിറ്റോറിയം, ഓപ്പൺ ഓഡിറ്റോറിയം. പക്ഷെ അവിടെ അത് കുഴപ്പമില്ല, സ്ഥിരം പറ്റുന്നതായിരിക്കും. അപ്പം അതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് എന്താണെന്ന് തിരിച്ച് അറിഞ്ഞു. പക്ഷെ ഇവിടെ ഇപ്പോൾ തൽക്കാലം പരിപാടിയൊന്നും ഇല്ല. നമുക്ക് ബാക്കി അടുത്ത പരിപാടി മാജിക് ഷോ കേട്ടോ. പരിപാടിയാണ്, മാജിക് ഷോ നടക്കുന്നുണ്ട്. കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഈ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ദുബൈയിൽ നിങ്ങൾ ഈ തണുപ്പ് സമയത്ത് തന്നെ വരണം കേട്ടോ. തണുപ്പ് സമയത്ത് വന്നാലേ ഇങ്ങനത്തെ യാത്രയ്ക്ക് നല്ല രസമുണ്ടാവും. നല്ല തണുത്ത കാറ്റും. അത് വന്നാൽ ഈ സ്ഥലത്ത് മിസ്സാക്കരുത്. ഉറപ്പായിട്ട് സ്ഥലങ്ങളൊക്കെ വന്നിട്ടേ പോവാവൂ. അൽസീഫ്, പിന്നെ ഈ അബ്ര എന്ന് പറയും. അബ്ര എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇതിൻ്റെ പാട്ട് തന്നെ. ഇതൊക്കെ വന്നിട്ട് പോകുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ല വൈബുള്ള സ്ഥലങ്ങളാണ്. തണുപ്പ് സമയത്ത് വന്നാൽ കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല രസമായിരിക്കും. നമ്മൾ കാറ്റൊക്കെ കൊണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് പോവാം. ഇല്ലെങ്കിൽ ചൂട് സമയത്താണെങ്കിൽ വൈകിട്ട് ഒരു 6 മണി, 6:30, 7 മണിക്ക് ശേഷം ഇറങ്ങിയാൽ ഓക്കെയാണ്. റൊണാൾഡോ, മെസ്സി എല്ലാവരും ഉണ്ടല്ലോ. നെയ്മറെ കണ്ടില്ല, സുൽത്താൻ കണ്ടില്ല. രാത്രിയായപ്പോൾ മട്ടും പാവും കാര്യങ്ങളൊക്കെ മാറി. മ്യൂസിയം ഓഫ് ഇല്യൂഷൻ. മ്യൂസിയം ഓഫ് ഇല്യൂഷൻ. എന്ത് ഫിനിഷാ? മ്യൂസിയം ഓഫ് ഇല്യൂഷൻ. റിവ്യൂ ഒക്കെ ഉണ്ടോ? പിന്നെ അപ്പം അമ്പടത്തില്ല, പോവാം. പൈസ വെച്ചുള്ള പേഴ്സ് വേണം എനിക്ക്. പൈസ വെച്ചുണ്ടാക്കിയ പേഴ്സ്.
നമ്പർ പ്ലേറ്റ് പോലത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 10 dirhams ആണ്. അല്ല നിങ്ങൾ ഒരു ഈ കട ഒന്നല്ലേ തൊപ്പി മേടിച്ച് ഈ കടയല്ലേ വേറെ കടയാണോ? അല്ല ഇവിടുന്ന് അവിടുത്തെ എല്ലാ കടകളും ഏകദേശം ഒരുപോലെ ഇരിക്കണം. അറിയാൻ പറ്റത്തില്ല. ഹൗ ബ്ലൂ ഇവിടെ മെഹന്തി ഒക്കെ ഇട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഈ വഴി അങ്ങ് കയറി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് എത്താൻ പറ്റുമോ? അതിപ്പോൾ നടന്ന് അങ്ങ് പോകണം, പക്ഷെ ബോറടിക്കും. ഇതിലെ കൂടെ കണ്ടു പോവാലോ. നടക്കുന്ന അറിയത്തില്ല, പെട്ടെന്ന് പോകും. എടുത്തോ അതാണ് ഫസ്റ്റ് കാണിച്ച ക്രിസ്മസ് ട്രീ. ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റാണ്. അങ്ങോട്ട് ചെന്നപ്പം ഡിമ്മായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് ബ്രൈറ്റ് ആയി. ഓ സെറ്റ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ കറക്കം കഴിഞ്ഞിരിക്കുകയാണ്. അതെ. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ലൊക്കേഷനായിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് അമർത്തുക. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ സിയ ബൈ ബൂം.